പ്രിയപ്പെട്ട കുട്ടികളെ, സൊല്യൂഷൻ എന്ന ചാപ്റ്ററിലെ വേപ്പർ പ്രഷറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായി എന്താണ് വേപ്പർ പ്രഷർ നോക്കാം. ഇറ്റ് ഈസ് ദ പ്രഷർ എക്സർട്ടഡ് ബൈ വേപ്പേഴ്സ് ഓഫ് എ ലിക്വിഡ് എബോവ് ഇറ്റ്സ് ലിക്വിഡ് സർഫസ് അറ്റ് ഇക്വിലിബ്രിയം. ഒരു ലിക്വിഡും അതിൻ്റെ വേപ്പേഴ്സും സന്തുലനാവസ്ഥയിലിരിക്കുമ്പോൾ ആ വേപ്പേഴ്സ് അതിൻ്റെ തന്നെ ലിക്വിഡ് സർഫസിൽ ഉണ്ടാക്കുന്ന മർദ്ദത്തെയാണ് വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. ഒരു ലിക്വിഡും അതിൻ്റെ വേപ്പേഴ്സും സന്തുലനാവസ്ഥയിലിരിക്കുമ്പോൾ ആ വേപ്പേഴ്സ് അതിൻ്റെ തന്നെ ലിക്വിഡ് സർഫസിൽ ചെലുത്തുന്ന മർദ്ദമാണ് വേപ്പർ പ്രഷർ. ഈ വേപ്പർ പ്രഷർ രണ്ട് ഘടകങ്ങളെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. ഒന്ന് നേച്ചർ ഓഫ് ദി ലിക്വിഡ്, രണ്ട് ടെമ്പറേച്ചർ. വീക്കർ ദ ഇന്റർമോളിക്കുലാർ ഫോഴ്സസ് ബിറ്റ്വീൻ മോളിക്യൂൾസ്, ഗ്രേറ്റർ ദ വേപ്പർ പ്രഷർ. ഒരു ലിക്വിഡിനകത്തുള്ള മോളിക്യൂൾസിൻ്റെ ഇന്റർമോളിക്കുലാർ ഫോഴ്സസ് വീക്കാണെങ്കിൽ സ്വാഭാവികമായിട്ടും വേപ്പർ പ്രഷർ കൂടുതലായിരിക്കും. കാരണം ആ മോളിക്യൂൾസിന് പെട്ടെന്ന് ഇവാപ്പറേറ്റ് ചെയ്യാൻ കഴിയും. അതേസമയം ആ ഇന്റർമോളിക്കുലാർ ഫോഴ്സസ് സ്ട്രോങ് ആണെങ്കിൽ വേപ്പർ പ്രഷർ കുറവായിരിക്കും. കാരണം മോളിക്യൂൾസിന് പെട്ടെന്ന് വാപ്പറൈസ് ചെയ്യാൻ കഴിയില്ല. രണ്ടാമത്തെ ഘടകമാണ് ടെമ്പറേച്ചർ. സ്വാഭാവികമായിട്ടും ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് മോളിക്യൂൾസ് എനർജി അബ്സോർബ് ചെയ്യും, പെട്ടെന്ന് ഇവാപ്പറേഷൻ നടക്കും. ഗ്രേറ്റർ ദ ടെമ്പറേച്ചർ, ഗ്രേറ്റർ ദ വേപ്പർ പ്രഷർ. വേപ്പർ പ്രഷർ ഓഫ് സൊല്യൂഷൻസ് ഓഫ് ലിക്വിഡ് ഇൻ ലിക്വിഡ്. നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ 3 ടൈപ്പ് സൊല്യൂഷൻ പഠിച്ചിട്ടുണ്ട്. അതിലെ ഒരു വിഭാഗമാണ് ലിക്വിഡ് സൊല്യൂഷൻ. ആ ലിക്വിഡ് സൊല്യൂഷൻ 3 രൂപത്തിൽ വരാൻ സാധ്യതയുണ്ട്. അഥവാ അതിൻ്റെ സോൾവെൻ്റ് എപ്പോഴും ലിക്വിഡ് ആയിരിക്കും. സൊല്യൂട്ട് സോളിഡ് ആകാം, ലിക്വിഡ് ആകാം, ഗ്യാസ് ആകാം. അപ്പോൾ ഗ്യാസ് ഇൻ ലിക്വിഡ് സൊല്യൂഷൻ അത് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതുമായി ബന്ധപ്പെട്ടൊരു നിയമം നമ്മൾ പഠിച്ചു, ഹെൻറീസ് ലോ. അതിൻ്റെ ഇക്വേഷൻ പഠിച്ചു, അതിൻ്റെ അപ്ലിക്കേഷൻ പഠിച്ചു, ആ KH വാല്യൂ പഠിച്ചു. അതുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ലിക്വിഡ് ഇൻ ലിക്വിഡ്, അഥവാ സൊല്യൂട്ട് ലിക്വിഡാണ്, സോൾവെൻ്റ് ലിക്വിഡാണ്. അങ്ങനെയുള്ള ഒരു സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. In this type of solution, both solute and solvent are volatile because both are liquids. ഇവിടെ സൊല്യൂട്ടും സോൾവെൻറ്റും ലിക്വിഡാണ്. അതുകൊണ്ട് തന്നെ അത് രണ്ടും എന്തായിരിക്കും? വോളറ്റൈൽ ആയിരിക്കും. എന്താണ് വോളറ്റൈൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വോളറ്റൈൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വേപ്പറായിട്ട് മാറാനുള്ള കഴിവ്. അപ്പോൾ വേപ്പറായിട്ട് മാറാനുള്ള കഴിവ് പലപ്പോഴും ഓരോ ലിക്വിഡിനും ഡിഫറൻ്റ് ആയിരിക്കും. അത് അതിൻ്റെ ഇന്റർമോളിക്കുലാർ ഫോഴ്സസിനെ അപേക്ഷിച്ച് കൂടിയും കുറഞ്ഞും കൊണ്ടിരിക്കും. ബേസ്ഡ് ഓൺ ദെയർ വോളറ്റൈലിറ്റി, ദ വേപ്പർ പ്രഷർ ഓഫ് റിസൾട്ടിംഗ് സൊല്യൂഷൻ മേ ബി ഗ്രേറ്റർ ഓർ ലെസ് ദാൻ ദാറ്റ് ഓഫ് ദി സോൾവെൻറ്റ്. അപ്പോൾ ഒരു സോൾവെൻറ്റും സൊല്യൂട്ടും അഥവാ രണ്ട് ലിക്വിഡുകൾ മിക്സ് ചെയ്ത് കിട്ടുന്ന ആ സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് ആ സോൾവെൻറ്റിൻ്റെ മാത്രം വേപ്പർ പ്രഷറിനേക്കാൾ ചിലപ്പം കൂടാം, ചിലപ്പോൾ കുറയാം. അതെന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? വോളറ്റൈലിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യും. ആ രണ്ട് സൊല്യൂട്ടിൻ്റെയും സോൾവെൻറ്റിൻ്റെയും വോളറ്റൈലിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യും. നമുക്കിവിടെ ഒരു നിയമം പഠിക്കാനുണ്ട്. ആ നിയമത്തിൻ്റെ പേരാണ് റൗട്ട്സ് ലോ. ഈ നിയമം പറയുന്നത് നോക്കൂ, ഫോർ എ സൊല്യൂഷൻ ഓഫ് volatile liquids, the partial vapor pressure of each component is directly proportional to its mole fraction in the solution. For a solution of volatile liquids, അഥവാ രണ്ട് ലിക്വിഡുകൾ, ആ രണ്ട് ലിക്വിഡും വോളറ്റൈൽ ആണ്, അവ കൂടിച്ചേർന്നുണ്ടായിട്ടുള്ള ഒരു സൊല്യൂഷനെ കുറിച്ചാണ് പറയുന്നത്. ആ സൊല്യൂഷനിൽ the partial vapor pressure of each component, അതിൽ ഓരോ കമ്പോണൻറ്റിൻ്റെയും അഥവാ സൊല്യൂട്ടിൻ്റെയും അതുപോലെ സോൾവെൻറ്റിൻ്റെയും വേപ്പർ പ്രഷർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് മോൾ ഫ്രാക്ഷൻ ഇൻ ദി സൊല്യൂഷൻ.
അതിലെ ഓരോ കമ്പോണൻറ്റിൻ്റെയും ആ സൊല്യൂഷനിലുള്ള മോൾ ഫ്രാക്ഷന് നേർ അനുപാതത്തിലായിരിക്കും. അതൊന്ന് വിശദീകരിക്കുകയാണെങ്കിൽ സൊല്യൂട്ടിൻ്റെ വേപ്പർ പ്രഷർ സൊല്യൂട്ടിൻ്റെ മോൾ ഫ്രാക്ഷന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. സോൾവെൻറ്റിൻ്റെ വേപ്പർ പ്രഷർ സോൾവെൻറ്റിൻ്റെ മോൾ ഫ്രാക്ഷൻ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ രണ്ടും വോളട്ടൈലാണ്. അപ്പോൾ ഈ റോഡ്സ് ലോ ചോദിക്കാറുണ്ട്, ആ സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കണം. നമുക്കതുമായി ബന്ധപ്പെട്ട ഇക്വേഷൻസ് ആണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഒന്നാമത്തെ നിയമത്തിൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ, മറ്റൊന്ന് നമുക്ക് പ്രോബ്ലത്തിൽ ആവശ്യമുള്ള ഒരു ഇക്വേഷൻ. കൺസിഡർ എ ബൈനറി സൊല്യൂഷൻ ഓഫ് 2 volatile liquids 1 and 2. ഒരു ബൈനറി സൊല്യൂഷൻ, ബൈനറി എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതിലൊരു സൊല്യൂട്ടും ഉണ്ടാവും ഒരു സോൾവെൻറ്റും ഉണ്ടാവും. ഇവിടുത്തെ ബൈനറി സൊല്യൂഷനിൽ 2 volatile liquids ആണ്. അതാ സൊല്യൂട്ട് ലിക്വിഡാണ്, സോൾവെൻറ്റ് ലിക്വിഡാണ്, രണ്ടും വോളട്ടൈലാണ്. നമ്മളതിനെ പേര് കൊടുത്തു. ഒന്നാമത്തെ ലിക്വിഡിന് 1 എന്ന പേര് കൊടുത്തു, രണ്ടാമത്തെ ലിക്വിഡിന് 2 എന്ന പേരും കൊടുത്തു. ലെറ്റ് P1 and P2 be the partial vapor pressures of 1 and 2. ഇതിൽ ഒന്നാമത്തെ ലിക്വിഡിന്റെ പാർഷ്യൽ പ്രഷർ P1 ആണെന്നും രണ്ടാമത്തെ ലിക്വിഡിന്റെ പാർഷ്യൽ പ്രഷർ P2 ആണെന്നും സങ്കല്പിക്കുക. ലെറ്റ് P total be the total vapor pressure of the solution. ഇനി ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് കിട്ടുന്ന സൊല്യൂഷൻ, അതിന്റെ വേപ്പർ പ്രഷർ P total ആണെന്ന് സങ്കല്പിക്കുക. ലെറ്റ് Chi1 and Chi2 be the mole fractions of 1 and 2 respectively. ഒന്നാമത്തെ ലിക്വിഡിന്റെ മോൾ ഫ്രാക്ഷൻ Chi1 ഉം രണ്ടാമത്തെ ലിക്വിഡിന്റെ മോൾ ഫ്രാക്ഷൻ Chi2 എന്നും ആണെന്ന് സങ്കല്പിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിച്ച റൗഡ്സ് ലോ ഇവിടെ കൊണ്ടുവരികയാണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതിൽ ഓരോ കമ്പോണൻറ്റിൻ്റെയും, അതുപോലെ ഇവിടെ കമ്പോണൻ്റ് ഏതാണ്? ഒന്നാമത്തെ കമ്പോണൻ്റ് ലിക്വിഡ് 1 ആണ്, രണ്ടാമത്തെ കമ്പോണൻ്റ് ലിക്വിഡ് 2 ആണ്. അപ്പോൾ ഒന്നാമത്തെ കമ്പോണൻ്റായ ലിക്വിഡ് 1ന്റെ പാർഷ്യൽ പ്രഷർ, അത് നമ്മൾ നേരത്തെ P1 എന്ന് പറഞ്ഞിട്ടുണ്ട്. റൗഡ്സ് ലോ പറയുന്നത് ആ P1 എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും? ആ 1ന്റെ മോൾ ഫ്രാക്ഷനായ Chi1ന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, P1 പ്രൊപ്പോർഷണൽ Chi1. അതേപോലെ രണ്ടാമത്തെ കമ്പോണൻ്റ് ലിക്വിഡ് 2, അതിൻ്റെ പാർഷ്യൽ പ്രഷർ P2 ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ Chi2. ഓക്കെ, ഇനി ഇതിനെ നമ്മൾ ഈ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ഒഴിവാക്കിയാൽ നമുക്ക് ഈ ഇക്വേഷൻ എങ്ങനെ എഴുതാം? P1 ഈക്വൽ ടു P1 0 Chi1, P2 ഈക്വൽ ടു P2 0 Chi2. അപ്പോൾ ഇവിടെ P1 0 എന്ന് പറയുന്നതും P2 0 എന്ന് പറയുന്നതും എന്താണ്? P1 0 and P2 0 are the vapor pressures of the pure liquids 1 and 2 respectively. P1 0 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒന്നാമത്തെ ലിക്വിഡ് ഒറ്റക്ക് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന അതിൻ്റെ വേപ്പർ പ്രഷറാണ്. P2 0 എന്ന് പറയുന്നത് ആ രണ്ടാമത്തെ ലിക്വിഡ് ഒറ്റക്ക് നിൽക്കുമ്പോൾ അതിൻ്റെ വേപ്പർ പ്രഷറാണ്. ഇപ്പോൾ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തു, അപ്പോൾ P1 0ക്ക് പകരം അതെന്തായി? P1 ആയി. അതുപോലെ P2 0ക്ക് പകരം P2 ആയി. അപ്പോൾ ഇതാണ് റൗഡ്സ് ലോന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ. P1 പ്രൊപ്പോർഷണൽ Chi1 അല്ലെങ്കിൽ P1 ഈക്വൽ ടു P1 0 Chi1. അതുപോലെ P2 പ്രൊപ്പോർഷണൽ Chi2 അല്ലെങ്കിൽ P2 ഈക്വൽ ടു P2 0 Chi2. ഇനി നമ്മൾ ഫസ്റ്റ് ഇയറിൽ ഒരു നിയമം പഠിച്ചിട്ടുണ്ട്, ഡാൽട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ. ആ നിയമം നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരാം. ഇവിടെ നമുക്കറിയാം 2 ലിക്വിഡുകൾ ചേർന്ന ഒരു സൊല്യൂഷനാണ്. അപ്പോൾ ആ സൊല്യൂഷന്റെ ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് P ടോട്ടൽ എന്തായിരിക്കും? ഒന്നാമത്തെ കമ്പോണന്റ് പാർഷ്യൽ പ്രഷറും രണ്ടാമത്തെ കമ്പോണന്റ് പാർഷ്യൽ പ്രഷറും ആഡ് ചെയ്താൽ കിട്ടും P ടോട്ടൽ ഈസ് ഈക്വൽ ടു P1 പ്ലസ് P2. അപ്പോൾ നമ്മളിവിടെ P1ന്റെ സ്ഥാനത്ത് ഇത് കൊടുക്കുന്നു, P1 0 Chi1. P ടോട്ടൽ ഈസ് ഈക്വൽ ടു P1 0 Chi1. അതുപോലെ P2ന്റെ സ്ഥാനത്ത് P2 0 Chi2 കൊടുത്തു. ഓക്കെ, ഇനി ഇവിടെ Chi1ന്റെ സ്ഥാനത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് Chi1 പ്ലസ് Chi2 ഈസ് ഈക്വൽ ടു 1. അഥവാ ഒരു സൊല്യൂഷനിൽ എത്ര കമ്പോണൻ്റ് ഉണ്ടോ ആ കമ്പോണൻറ്റുകളുടെ ഓരോന്നിൻ്റെയും മോൾ ഫ്രാക്ഷനുകൾ ആഡ് ചെയ്താൽ കിട്ടുന്ന തുക 1 ആയിരിക്കും. ഇവിടെ ബൈനറി സൊല്യൂഷനേ ഉള്ളൂ, ഇവിടെ 2 കമ്പോണൻ്റേ ഉള്ളൂ, 1ഉം 2ഉം. അപ്പോൾ Chi1 പ്ലസ് Chi2 ഈസ് ഈക്വൽ ടു 1. അങ്ങനെയാണെങ്കിൽ Chi1 അതിൽ നിന്ന് Chi1 ഈസ് ഈക്വൽ ടു 1 മൈനസ് Chi2 എന്ന് എഴുതാം.
അപ്പോൾ ഈ കൈ1ൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുത്തു? 1 മൈനസ് കൈ2 എന്ന് കൊടുത്തു. പിന്നെ P1 0 പ്ലസ് ഈക്വേഷൻ ഇവിടെ എഴുതി കൈ2 ഇൻറ്റു P2 0. ഇതിനെ നമ്മൾ ഒന്നുകൂടി സോൾവ് ചെയ്ത ഈ ഇക്വേഷൻ ഇങ്ങനെ കിട്ടും. P ടോട്ടൽ ഈസ് ഈക്വൽ ടു P1 0 പ്ലസ് P2 0 മൈനസ് P1 0 ഇൻറ്റു കൈ2. അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് എന്തിനു ഉപയോഗിക്കാം? പ്രോബ്ലംസ് വരുമ്പോൾ ഒരു സൊല്യൂഷൻ്റെ ടോട്ടൽ പ്രഷർ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കാം. ഇതിൽ എന്തൊക്കെ അറിഞ്ഞിരിക്കണം? അതിലുള്ള ഓരോ കമ്പോണൻറ്റ്, 2 കമ്പോണൻറ്റിൻ്റെയും പ്യുവർ അവസ്ഥയിലിരിക്കുമ്പോൾ അതിൻ്റെ വേപ്പർ പ്രഷറുകൾ അറിഞ്ഞിരിക്കണം. അതാണ് P1 0, അതുപോലെ P2 0. അതുപോലെ ഏതെങ്കിലും ഒരു കമ്പോണൻ്റ് മോൾ ഫ്രാക്ഷൻ അറിയണം, കൈ2. ഓക്കെ, ഇനി നമുക്കൊരു ഗ്രാഫ് വരച്ച് നോക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രാഫാണ്, പലപ്പോഴും എക്സാമിനൊക്കെ ചോദിക്കാറുണ്ട്. നമ്മളിപ്പോൾ ഈ സൊല്യൂഷൻ പറഞ്ഞു. ഈ സൊല്യൂഷനിൽ എത്ര കമ്പോണൻ്റ് ആണുള്ളത്? 2 കമ്പോണൻ്റ്. ഏതൊക്കെയാണ്? ഒന്നാമത്തെ ലിക്വിഡും രണ്ടാമത്തെ ലിക്വിഡും. അപ്പോൾ ഇവിടെ നോക്കാം. ഇവിടെ y ആക്സിസിൽ വേപ്പർ പ്രഷർ എടുത്തിട്ടുണ്ട്, x ആക്സിസിൽ മോൾ ഫ്രാക്ഷൻ എടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം ഇതിൽ ഒരു കമ്പോണൻ്റ് മാത്രം പരിശോധിക്കാം. അഥവാ ഇവിടെ 2 കമ്പോണൻ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇതിൽ ഒരു കമ്പോണൻ്റ് മാത്രം പരിശോധിക്കുക. ഇതിൽ രണ്ടാമത്തെ കമ്പോണൻ്റ് മാത്രം ഉള്ളൂ എന്ന് സങ്കല്പിക്കുക. അപ്പോൾ അതിൻ്റെ മോൾ ഫ്രാക്ഷൻ കൈ2 ഇവിടെ എന്തായിരിക്കും? 0. അതിങ്ങനെ ഇവിടുന്ന് വന്ന് ഇവിടെ മാക്സിമം എത്ര എത്തുള്ളൂ? കൈ2 1 ആയിരിക്കും, അല്ലേ? അപ്പോൾ അതിൻ്റെ വേപ്പർ പ്രഷർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താ? P2 ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ കൈ2. അപ്പോൾ അതിൻ്റെ ലൈൻ എങ്ങനെ നമുക്ക് കിട്ടുക? ഒരു സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും കിട്ടുക. അപ്പോൾ നമ്മളിവിടെ നോക്കി, ഇവിടെ കൈ2 0 ആണ്. ആ മോൾ ഫ്രാക്ഷൻ കൂടുന്നതിനനുസരിച്ച് അതിങ്ങനെ കൂടി ഇവിടെ എത്തും. അപ്പോൾ ഈ ലൈനെ നമ്മൾ എന്താ പറയുക? P2 എന്ന് പറയും. ഓക്കെ, ഇനി നമ്മൾ ഈ ഗ്രാഫിൻ്റെ ഇതിൽ തന്നെ രണ്ടാമത്തെ കമ്പോണൻ്റ് നമ്മൾ കാണിക്കാം. അപ്പോൾ ഇവിടെ കൈ2 0 ആണെങ്കിൽ, അതുപോലെ ഇവിടെ കൈ2 1 ആണെങ്കിൽ, ഇവിടെ കൈ2 1 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം അവിടെ ഒന്നാമത്തെ കമ്പോണൻ്റ് ഉണ്ടാവോ? ഇല്ല. അപ്പോൾ കൈ1 എന്തായിരിക്കും? 0. അപ്പോൾ ആ 0 നമ്മൾ ഇങ്ങോട്ട് കൺസിഡർ ചെയ്യുക. മോൾ ഫ്രാക്ഷൻ കൂടി വരുന്നു. അപ്പോൾ ഇവിടെ എന്ത് വരും? മാക്സിമം കൈ1 ഈസ് ഈക്വൽ ടു 1. അപ്പോൾ കൈ2 എന്തായിരിക്കും? 0. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് P1 പ്രപ്പോർഷണൽ കൈ1. അപ്പോൾ മോൾ ഫ്രാക്ഷൻ കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ വേപ്പർ പ്രഷർ എന്ത് ചെയ്യും? കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ നോക്കും, ഇവിടെ മോൾ ഫ്രാക്ഷൻ 0 ആണ്. അപ്പോൾ അത് ഇതുപോലെ ലൈൻ ഇങ്ങനെ കിട്ടും. അപ്പോൾ ഈ ലൈനെ നമ്മൾ എന്ത് വിളിച്ചു? P1 എന്ന് വിളിച്ചു. അപ്പോൾ 2 ലൈൻ ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ടു. ഇത് P1 ആണ്, ഇത് P2 ആണ്. അപ്പോൾ 2 ഒരൊറ്റ ഗ്രാഫിലാണ് നമ്മൾ കാണിക്കുന്നത്. ഇനി ഈ P2, ഈ ലൈന് നോക്കും. ഈ P2 ഇതാ ഇവിടെ ടച്ച് ചെയ്യുന്നു. ഇവിടെ ടച്ച് ചെയ്യുമ്പോൾ താഴത്തേക്ക് നോക്കുക. അവിടെ കൈ1 0 ആണ്. അതിൻ്റെ അർത്ഥം ഒന്നാമത്തെ കമ്പോണൻ്റ് അതിലില്ല. അതിലാര് മാത്രമേ ഉള്ളൂ? രണ്ടാമത്തെ കമ്പോണൻ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ രണ്ടാമത്തെ കമ്പോണൻ്റ് മാത്രം ഉള്ള സമയത്ത് അതിൻ്റെ വേപ്പർ പ്രഷറിനെ നമ്മൾ എന്താ വിളിച്ചിട്ടുള്ളത്? P2 0. അപ്പോൾ ഈ പോയിന്റ് എന്തായിരിക്കും? P2 0. അതുപോലെ ഇവിടെ നോക്കൂ, ഈ ലൈന് P1 ആണ്. ഈ P1 ഇവിടെ മുട്ടുന്നു. ഇവിടെ താഴത്തേക്ക് നോക്കിയാൽ കാണാൻ പറ്റും കൈ1 ഈസ് ഈക്വൽ ടു 1. അതിൻ്റെ അർത്ഥം കൈ1 മാത്രമേ ഉള്ളൂ, ഒന്നാമത്തെ കമ്പോണൻ്റ് മാത്രമേ ഉള്ളൂ, രണ്ടാമത്തെ കമ്പോണൻ്റ് അവിടെ ഇല്ല. അപ്പോൾ ഒന്നാമത്തെ കമ്പോണൻ്റ് മാത്രം ഉണ്ടാകുന്ന സമയത്ത് ആ വേപ്പർ പ്രഷറിനെ നമ്മൾ വിളിച്ചത് എന്താണ്? P1 0. അപ്പോൾ ഈ ഗ്രാഫിൽ നമുക്ക് P1 കിട്ടും, P2 കിട്ടും, P1 0 കിട്ടും, P2 0 കിട്ടും. ഇനി ഇവിടെ മൂന്നാമത്തെ ഒരു ലൈൻ കാണുന്നുണ്ട്. ഈ ലൈനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? P ടോട്ടൽ എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് P ടോട്ടൽ എന്ന് പറയുന്നത് ഈ P1ൻ്റെയും പ്ലസ് P2ൻ്റെയും ആകത്തുക ആയിരിക്കും. അപ്പോൾ ഈ P ടോട്ടൽ നമ്മളിവിടെ വരച്ചിരിക്കുന്നത് എങ്ങനെയാണ്? അപ്പോൾ അവിടെ നോക്കാം. ഇവിടെ നോക്കുമ്പോൾ ആര് മാത്രമേ ഉള്ളൂ? രണ്ടാമത്തെ കമ്പോണൻ്റ് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൽ ആരൊക്കെയുണ്ട്? അതിൽ ഒന്നാമത്തെ കമ്പോണൻ്റും ഉണ്ട്, രണ്ടാമത്തെ കമ്പോണൻ്റും ഉണ്ട്. അപ്പോൾ 2 കമ്പോണൻ്റും കൂടി കൂടിച്ചേരുമ്പോൾ അതെന്താണ്? സൊല്യൂഷനാണ്. അപ്പോൾ ആ സൊല്യൂഷൻ അതിൻ്റെ മോൾ ഫ്രാക്ഷൻ കൂടിയും കുറഞ്ഞുകൊണ്ടിരിക്കും. അതിൽ കമ്പോണൻറ്റുകളുടെ മോൾ ഫ്രാക്ഷനുകൾ കൂടിയും കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും P ടോട്ടലും കുറഞ്ഞും കൂടിയും കൊണ്ടിരിക്കും. അപ്പോൾ ഈ ലൈനാണ് P ടോട്ടൽ. അപ്പോൾ ഇത് വരക്കാൻ പറയാറുണ്ട്. അപ്പോൾ ഇവിടെ വേപ്പർ പ്രഷർ, അതുപോലെ ഇവിടെയും വേപ്പർ പ്രഷറാണ്, അതുപോലെ ഇവിടെ മോൾ ഫ്രാക്ഷൻ. ഇവിടെ വരക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കൈ1 1 എടുത്താൽ നേരെ ഇവിടെ കൈ1 0 ആയിരിക്കണം. കൈ1 0 എടുക്കുമ്പോൾ ഇവിടെ
കൈ2 1 ആയിരിക്കണം, ഇവിടെ കൈ2 0 ആയിരിക്കണം. കൈ2 0 ആണെങ്കിൽ ഈ ലൈൻ ആയിരിക്കും P2 എന്ന് പറയുന്നത്. ഇവിടെ കൈ1 0 ആണെങ്കിൽ ഈ ലൈൻ ആയിരിക്കും P1 എന്ന് പറയുന്നത്. ഈ ലൈൻ ആയിരിക്കും P ടോട്ടൽ അഥവാ P1 പ്ലസ് P2. ഇനി മോൾ ഫ്രാക്ഷൻസ് ഓഫ് കമ്പോണൻസ് ഇൻ വേപ്പർ ഫേസ്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെഫിനിഷൻ നമ്മൾ എന്താ പറഞ്ഞത്? ഒരു ലിക്വിഡിൻ്റെ വേപ്പറും ആ ലിക്വിഡും സന്തുലനാവസ്ഥയിലിരിക്കുമ്പോൾ ആ വേപ്പർ ആ ലിക്വിഡ് സർഫസിൽ ചെലുത്തുന്ന മർദ്ദം അല്ലേ? അപ്പം അങ്ങനെ സന്തുലനാവസ്ഥയിലായിരിക്കുമ്പോൾ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഇപ്പോൾ ഒരു പാത്രം അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിക്വിഡും വേപ്പേഴ്സും സന്തുലനാവസ്ഥയിലാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം അതിൽ കുറച്ച് ലിക്വിഡ് ഉണ്ടായിരിക്കും, കുറച്ച് വേപ്പർ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ലിക്വിഡിനകത്തും 2 കമ്പോണൻ്റ് ഉണ്ട്, വേപ്പറിനകത്തും 2 കമ്പോണൻ്റ് ഉണ്ട്. ഈ ലിക്വിഡിനകത്തുള്ള ഓരോ കമ്പോണൻ്റിൻ്റെയും മോൾ ഫ്രാക്ഷനെയാണ് നമ്മൾ നേരത്തെ കൈ1 കൈ2 എന്ന് സൂചിപ്പിച്ചത്. അങ്ങനെയാണെങ്കിൽ ഈ വേപ്പറിനകത്തും ഈ 2 കമ്പോണൻ്റ് ഉണ്ട്, അവിടെയും ഇവയുടെ മോൾ ഫ്രാക്ഷൻസ് ഉണ്ടാവും. ആ മോൾ ഫ്രാക്ഷന് നമ്മൾ വേറെ സിമ്പൽ ഉപയോഗിക്കുകയാണ്, y1 ആൻഡ് y2. അപ്പോൾ y1 എന്ന് പറയുന്നത് ഒന്നാമത്തെ കമ്പോണൻറ്റിൻ്റെ മോൾ ഫ്രാക്ഷൻ വേപ്പർ ഫേസിൽ, y2 എന്ന് പറയുന്നത് രണ്ടാമത്തെ കമ്പോണൻറ്റ് അതിൻ്റെ മോൾ ഫ്രാക്ഷൻ ഇൻ വേപ്പർ ഫേസ്. അപ്പോൾ ഇവിടെ ഒരു കൺഫ്യൂഷന് സാധ്യതയുണ്ട്. മോൾ ഫ്രാക്ഷൻ 2 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് ലിക്വിഡിലുള്ള മോൾ ഫ്രാക്ഷൻ, അതിനെയാണ് കൈ1 കൈ2 എന്ന് പറഞ്ഞത്. മറ്റേത് വേപ്പർ ഫേസിലുള്ള മോൾ ഫ്രാക്ഷൻ, അതിനെയാണ് y1 y2 എന്ന് പറഞ്ഞത്. അപ്പോൾ ലിക്വിഡിലുള്ള അല്ലെങ്കിൽ സൊല്യൂഷനിലുള്ള മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കാൻ നമുക്കറിയാം, കൈ1 നമുക്ക് കണ്ടുപിടിക്കാൻ നമുക്ക് ഇക്വേഷൻ അറിയാം. അങ്ങനെയാണെങ്കിൽ ഈ വേപ്പർ ഫേസിലുള്ള ഓരോന്നിൻ്റെയും മോൾ ഫ്രാക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കും? അത് കണ്ടുപിടിക്കാൻ if y1 and y2 are the mole fractions of the liquids 1 and 2 respectively in vapor phase, y1 എന്നത് ഒന്നാമത്തെ കമ്പോണൻറ്റും വേപ്പർ ഫേസിലുള്ള മോൾ ഫ്രാക്ഷനും y2 എന്ന് പറയുന്നത് രണ്ടാമത്തെ കമ്പോണൻറ്റിൻ്റെ വേപ്പർ ഫേസിലുള്ള മോൾ ഫ്രാക്ഷനുമാണെങ്കിൽ യൂസിങ് ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ, ഡാൾട്ടൺസ് ലോ ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ എഴുതാം. P1 is equal to y1 P total, P2 is equal to y2 P total. ഇത് നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാണ്. ഒരു കമ്പോണൻറ്റിൻ്റെ പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് അതിൻ്റെ വേപ്പർ ഫേസിലുള്ള മോൾ ഫ്രാക്ഷൻ്റെയും അതുപോലെ ആ മൊത്തം മിക്സറുകളുടെ ടോട്ടൽ പ്രഷറിൻ്റെയും അവ തമ്മിൽ ഗുണിച്ചാൽ കിട്ടുന്ന സംഖ്യക്ക് തുല്യമായിരിക്കും. അതാണ് ഇപ്പോൾ നമ്മളിവിടെ എടുത്തത്. P1 എന്താ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഒന്നാമത്തെ കമ്പോണൻറ്റിൻ്റെ വേപ്പർ പ്രഷറാണ് അല്ലെങ്കിൽ പാർഷ്യൽ പ്രഷറാണ്. അപ്പോൾ ഇതിൽ നമുക്ക് y1 കണ്ടുപിടിക്കാം. y1 ഈസ് ഈക്വൽ ടു P1 ബൈ P ടോട്ടൽ, അതുപോലെ y2 ഈസ് ഈക്വൽ ടു P2 ബൈ P ടോട്ടൽ. അപ്പോൾ വേപ്പർ ഫേസിലുള്ള ഓരോ കമ്പോണൻറ്റിൻ്റെയും മോൾ ഫ്രാക്ഷൻ അറിയണമെങ്കിൽ എന്തറിയണം? ആ ഓരോ കമ്പോണൻറ്റിൻ്റെയും പാർഷ്യൽ വേപ്പർ പ്രഷറും അറിയണം, ആ സൊല്യൂഷൻ്റെ ടോട്ടൽ പ്രഷറും അറിയണം. മറ്റൊന്ന് പരീക്ഷയ്ക്ക് നമ്മളോട് ചോദിക്കാറുണ്ട്, റൗൾട്ട്സ് ലോ ആസ് എ സ്പെഷ്യൽ കേസ് ഓഫ് ഹെൻറീസ് ലോ. നമ്മളിപ്പോൾ 2 നിയമങ്ങൾ പഠിച്ചു. ആദ്യം പഠിച്ചതാണ് ഹെൻറീസ് ലോ, രണ്ടാമത്തെ പഠിച്ചതാണ് റൗൾട്ട്സ് ലോ. ഈ 2 നിയമങ്ങളും സത്യം പറഞ്ഞാൽ ഒന്ന് മറ്റൊന്നിൻ്റെ ഒരു സ്പെഷ്യൽ കേസാണ്, അല്ലെങ്കിൽ 1ഉം 2ഉം തുല്യം തന്നെ, 2ഉം ഒന്ന് തന്നെയാണ്, പക്ഷെ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്, അല്ലെങ്കിൽ അത് ജസ്റ്റിഫൈ ചെയ്യുക എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ എഴുതേണ്ടത് ഇതാണ്. ആദ്യം ആ 2 ഇക്വേഷൻ, 2 സ്റ്റേറ്റ്മെൻറ്റ് എഴുതാം. ഇത് നമ്മൾ ആദ്യത്തെ ഏതിൻ്റെ ഇക്വേഷനാണ്? ഹെൻറീസ് ലോ, P ഈസ് ഈക്വൽ ടു KH ഇൻറ്റു കൈ. ഈ എഴുതിയതോ നമ്മൾ റൗൾട്ട്സ് ലോ, P1 ഈസ് ഈക്വൽ ടു P10 കൈ1. ഈ 2 ഇക്വേഷൻ ഒന്ന് പരിശോധിച്ച് നോക്കും. 2ൻ്റെയും ലെഫ്റ്റ് സൈഡിൽ P ആണ്, അഥവാ പാർഷ്യൽ പ്രഷറാണ്. അതുപോലെ റൈറ്റ് സൈഡ് നോക്കൂ, കൈ1 കൈ. അപ്പോൾ രണ്ടും എന്താണ്? മോൾ ഫ്രാക്ഷനാണ്. പിന്നെ എവിടെയാണ് വ്യത്യാസം? ഇതിൽ റൗൾട്ട്സ് ലോയിൽ നമ്മൾ ഈ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ഒഴിവാക്കിയപ്പോൾ കിട്ടിയ കോൺസ്റ്റന്റ് ഏതാണ്? P10 ആണ്, പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ്. അതുപോലെ ഹെൻറീസ് ലോയിൽ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ഏതാണ്? KH ആണ്. അപ്പോൾ ഇത് രണ്ടും സത്യം പറഞ്ഞ ഒന്ന് തന്നെയാണ്. വ്യത്യാസം എന്ത് മാത്രമേ ഉള്ളൂ? പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് മാത്രമേ ഉള്ളൂ.
if we compare the equations for Rault's law and Henry's law, Rault's lawയുടെയും Henry's lawയുടെയും equations നമ്മളൊന്ന് compare ചെയ്താൽ we can see that the partial pressure of the volatile component or gas, ഒരു ഗ്യാസിന്റെ അല്ലെങ്കിൽ ഒരു volatile componentന്റെ partial pressure is directly proportional to its mole fraction in the solution. അത് സൊല്യൂഷനിൽ അടങ്ങിയിരിക്കുന്ന അതിന്റെ മോൾ ഫ്രാക്ഷന് നേരനുപാതത്തിലായിരിക്കും. ഇത് ഹെൻറീസ് ലോ പറയുമ്പോൾ പാർഷ്യൽ പ്രഷർ ഓഫ് ഗ്യാസ് എന്ന് പറയും, റൗൾട്ട്സ് ലോ പറയുമ്പോൾ പാർഷ്യൽ പ്രഷർ ഓഫ് വോളറ്റൈൽ കമ്പോണന്റ് എന്ന് പറയും. അതാണ് വ്യത്യാസം. ഓൺലി ദ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് KH ഡിഫേഴ്സ് ഫ്രം P10. ഇവ തമ്മിലുള്ള ഇക്വേഷനിലെ വ്യത്യാസം എന്ത് മാത്രമേ ഉള്ളൂ? പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. KHഉം മറ്റൊന്ന് P10യും. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം Rault's law becomes a special case of Henry's law in which KH becomes equal to P10. ഈ Rault's law എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പഠിച്ച ഹെൻറീസ് ലോ തന്നെയാണ്. വ്യത്യാസം എന്താണ്? ഹെൻറീസ് ലോയിലെ KH എന്നത് Rault's ലോയിൽ എന്തായിട്ട് മാറും? P10 ആയിട്ട് മാറും. അപ്പൊ ഇത് ചോദിച്ചാൽ എഴുതണം, ഈ രണ്ട് ഇക്വേഷൻ എഴുതണം, എന്നിട്ട് ഈ പറഞ്ഞ പാരഗ്രാഫ് അവിടെ പറയണം. രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ രണ്ടും ഒന്ന് തന്നെയാണ്, വ്യത്യാസം ഇത് മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് വേപ്പർ പ്രഷർ ഓഫ് സൊല്യൂഷൻസ് ഓഫ് സോളിഡ് ഇൻ ലിക്വിഡ്. അപ്പൊ ലിക്വിഡ് സൊല്യൂഷന്റെ രണ്ട് വിഭാഗം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഗ്യാസ് ഇൻ ലിക്വിഡും പറഞ്ഞു കഴിഞ്ഞു, രണ്ടാമത്തേത് ലിക്വിഡ് ഇൻ ലിക്വിഡും പറഞ്ഞു കഴിഞ്ഞു. ഇനി മൂന്നാമത്തേത് ഏതാണ്? ഒരു സോളിഡ് ഒരു ലിക്വിഡ് ലയിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ സൊല്യൂഷൻ, അതിന്റെ വേപ്പർ പ്രഷർ. അപ്പൊ ഇവിടെ പലപ്പോഴും ഒരു ചോദ്യം ചോദിക്കാറുണ്ട്. ഇപ്പൊ നമുക്കറിയാം സോളിഡ് വോളറ്റൈൽ ആണോ? അല്ല. സോളിഡ് ഒന്നും എന്താകുന്നില്ല, വേപ്പറായിട്ട് മാറുന്നില്ല, അതുകൊണ്ട് അതിന് വോളറ്റൈൽ നേച്ചർ ഇല്ല. അപ്പോ ഇഫ് എ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ഈസ് ആഡഡ് ടു എ പ്യുവർ സോൾവെന്റ്, ഒരു സോൾവെന്റിലേക്ക്, അഥവാ ഇവിടെ സോൾവെന്റ് ആരാണ്? ലിക്വിഡാണ്. ലിക്വിഡ് വോളറ്റൈലും നമുക്കറിയാം. അപ്പൊ അങ്ങനെ ഒരു പ്യുവർ സോൾവെന്റിലേക്ക് ഒരു നോൺ വോളറ്റൈൽ ആയ സൊല്യൂട്ട് ആഡ് ചെയ്താൽ ദ വേപ്പർ പ്രഷർ ഓഫ് ദി റിസൾട്ടിങ് സൊല്യൂഷൻ, ആ കിട്ടുന്ന സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ ഈസ് ഓൾവേസ് ലോവർ ദാൻ ദാറ്റ് ഓഫ് ദി പ്യുവർ സോൾവെന്റ്. ആ പ്യുവർ സോൾവെന്റിന്റെ വേപ്പർ പ്രഷറിനേക്കാൾ കുറവായിട്ടാണ് എപ്പോഴും കാണപ്പെടുന്നത്. എന്തുകൊണ്ട്? നമുക്കറിയുന്ന കാര്യം തന്നെയാണ്, കുറവായിരിക്കും. ഇപ്പൊ വെള്ളത്തിന്റെ വേപ്പർ പ്രഷർ നമ്മൾ ഒറ്റക്ക് പരിശോധിക്കാം. അതേ ടെമ്പറേച്ചറിൽ വെള്ളത്തിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്തതിന് ശേഷം അതിന്റെ വേപ്പർ പ്രഷർ നോക്കുക. സ്വാഭാവികമായിട്ടും ആദ്യം കിട്ടിയ വേപ്പർ പ്രഷറും ആ സൊല്യൂഷന്റെ വേപ്പർ പ്രഷറും കമ്പയർ ചെയ്താൽ ആദ്യം കിട്ടിയ വേപ്പർ പ്രഷർ ആയിരിക്കും കൂടുതൽ, അഥവാ വെള്ളത്തിന്റെ ഒറ്റക്കുള്ള വേപ്പർ പ്രഷർ. അതിലേക്ക് ഉപ്പ് ചേർത്താൽ കിട്ടിയ ആ സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ കുറവായിരിക്കും. എന്താണ് ഇതിന് കാരണം? അത് ചോദിക്കാറുണ്ട്. അതിന്റെ വളരെ സിമ്പിളാണ്. ദിസ് ഈസ് ബിക്കോസ്, അതിന്റെ കാരണമാണ് പറയുന്നത്, ഇൻ പ്യുവർ സോൾവെന്റ്, അഥവാ സോൾവെന്റ് ഒറ്റക്കാകുമ്പോൾ there are only solvent molecules, അതിൽ സോൾവെന്റ് മോളിക്യൂൾസ് മാത്രമേ ഉള്ളൂ വിച്ച് ക്യാൻ വേപ്പറൈസ് ഈസിലി, അവർക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാം? വേപ്പറായിട്ട് മാറാം. ബട്ട് വെൻ എ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ഈസ് ആഡഡ്, അതിലേക്ക് നമ്മൾ നോൺ വോളറ്റൈൽ ആയ സൊല്യൂട്ട്, ഫോർ എക്സാമ്പിൾ സാൾട്ട്, നമ്മൾ ചേർത്താൽ എന്ത് സംഭവിക്കും? എ ഫ്രാക്ഷൻ ഓഫ് ദി സർഫസ് ഈസ് ഒക്യുപ്പൈഡ് ബൈ സൊല്യൂട്ട് മോളിക്യൂൾ. അതിന്റെ സർഫസിൽ, അഥവാ സോൾവെന്റിന്റെ സർഫസിൽ കുറച്ച് സ്ഥലത്ത് ആര് കൂടി ഒക്യുപ്പൈ ചെയ്യും? സൊല്യൂട്ടിലെ കുറച്ച് പാർട്ടിക്കിൾസ് കൂടി ഒക്യുപ്പൈ ചെയ്യും. അതുകൊണ്ട് എന്താണ് പ്രശ്നം? സോ ദ നമ്പർ ഓഫ് സോൾവെന്റ് മോളിക്യൂൾസ് പാസിംഗ് ടു വേപ്പർ ഫേസ് ഡിക്രീസസ്. അപ്പോ വേപ്പർ ഫേസിലേക്ക് മാറുന്ന സോൾവെന്റിന്റെ പാർട്ടിക്കിൾസിന്റെ എണ്ണം കുറയും. ആൻഡ് ഹെൻസ് ദ വേപ്പർ പ്രഷർ ആൾസോ ഡിക്രീസസ്. ഓട്ടോമാറ്റിക്കലി ആ സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ കുറവായിരിക്കും. അപ്പൊ ഈ വേപ്പർ പ്രഷർ കുറയുന്നുള്ള കാര്യത്തിന് സംശയമില്ല, അതിന്റെ കാരണം നമ്മൾ പഠിച്ചു. അപ്പൊ അത് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? ദിസ് ഡിക്രീസ് ഇൻ വേപ്പർ പ്രഷർ ഓഫ് സോൾവെന്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി ക്വാണ്ടിറ്റി ഓഫ് നോൺ വോളറ്റൈൽ സൊല്യൂട്ട് പ്രസന്റ് ഇൻ ദ സൊല്യൂഷൻ ആൻഡ് നോട്ട് ഇൻസ് നേച്ചർ. അപ്പോ ഈ വേപ്പർ പ്രഷർ ഉണ്ടാകുന്ന ഈ കുറവ് എന്ന് പറയുന്നത് നമ്മൾ എത്രമാത്രം നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ചേർക്കുന്നു അതിന്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കും. അതേസമയം അതിന്റെ നേച്ചറിന് അതൊരിക്കലും എന്ത് ചെയ്യുന്നില്ല? ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അഥവാ സൊല്യൂട്ട് ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ഷുഗർ ചേർത്താൽ ഇത്ര കുറയും, സാൾട്ട് ചേർത്താൽ ഇത്ര കുറയും, അങ്ങനെയല്ല. എത്ര സാൾട്ട് ചേർക്കുന്നു, എത്ര ഷുഗർ ചേർക്കുന്നു, അതിന്റെ ക്വാണ്ടിറ്റിയാണ് അത് ഡിപ്പെൻഡ് ചെയ്യുന്നത്.
അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള ഒരു സൊല്യൂഷനാണ് ഇനി പരിഗണിക്കുന്നത്. എങ്ങനെയുള്ള സൊല്യൂഷൻ? അതിൽ പിന്നെ സൊല്യൂട്ട് എന്താണ്? സോളിഡ് ആണ്, നോൺ വോളറ്റൈൽ ആണ്. സോൾവെന്റ് ലിക്വിഡ് ആണ്, വോളറ്റൈൽ ആണ്. കൺസിഡർ എ ബൈനറി സൊല്യൂഷൻ കണ്ടെയ്നിങ് എ സോൾവെന്റ് 1 ആൻഡ് എ സൊല്യൂട്ട് 2. ഇവിടെ നമ്മൾ സോൾവെന്റിനെ 1 എന്ന് പറഞ്ഞു, സൊല്യൂട്ടിനെ 2 എന്ന് പറഞ്ഞു. സിൻസ് ദ സൊല്യൂട്ട് ഈസ് നോൺ വോളറ്റൈൽ, സൊല്യൂട്ട് ഇവിടെ എന്താണ്? സോളിഡ് ആണ്, അതുകൊണ്ട് അത് വോളറ്റൈൽ ആണ്. അതുകൊണ്ട് തന്നെ only the solvent molecules are present in vapor phase and contribute to the vapor pressure. അപ്പോൾ ഇതിൽ ആര് മാത്രമേ വേപ്പർ ഫേസിലേക്ക് മാറുള്ളൂ? സോൾവെന്റ് മാത്രമേ മാറുള്ളൂ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ വേപ്പർ പ്രഷർ ആരുടെ മാത്രമേ ഉണ്ടാവുള്ളൂ? സോൾവെന്റിന്റെ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ അത് മാത്രം പരിഗണിച്ചാൽ മതി. ലെറ്റ് P1 ബി ദ വേപ്പർ പ്രഷർ ഓഫ് ദി സോൾവെന്റ്. സോൾവെന്റിന്റെ വേപ്പർ പ്രഷർ P1 ആണെന്ന് എടുക്കുക. Chi1 ബി ദ ഇറ്റ്സ് മോൾ ഫ്രാക്ഷൻ. ആ സോൾവെന്റിന്റെ മോൾ ഫ്രാക്ഷൻ Chi1 ആണെന്ന് സങ്കല്പിക്കുക. P1 0 ബി ഇറ്റ്സ് വേപ്പർ പ്രഷർ ഇൻ പ്യുവർ സ്റ്റേറ്റ്. ഈ P1 0 എന്നതാണ് സോൾവെന്റിന്റെ ഒറ്റക്കുള്ള സമയത്തുള്ള വേപ്പർ പ്രഷർ എന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ റൗൾട്ട്സ് ലോ ഇവിടെ അപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് പറയാം? P1 പ്രൊപ്പോർഷണൽ Chi1 ഓർ P1 ഈക്വൽ ടു P1 0 Chi1. ഇവിടെ P2 ഉണ്ടാവോ? ഇല്ല. P2 എന്ന് പറയുന്നത് സൊല്യൂട്ടാണ്. സൊല്യൂട്ട് ഇവിടെ എന്താണ്? സോളിഡ് ആണ്, നോൺ വോളറ്റൈൽ ആണ്. ഹിയർ P2 വിൽ ബി 0 ബിക്കോസ് സൊല്യൂട്ട് ഈസ് നോൺ വോളറ്റൈൽ.